ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഒരു 2-3 ദിവസത്തെ ട്രിപ്പാണ് പോണത് തമിഴ്നാട്, മേട്ടുപ്പാളയം, ഊട്ടി, തിരുപ്പൂർ, കോയമ്പത്തൂർ, അങ്ങനെ ഒരു 2-3 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഉമ്മയുടെ സിസ്റ്ററിൻ്റെ ഒക്കെ വീട് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. നമ്മൾ പള്ളിപ്പുറത്ത് നിന്ന് രാവിലെ 6:45 ട്രെയിനുണ്ട്. അതിന് കയറിയിട്ട് കോയമ്പത്തൂർക്കാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു ട്രെയിൻ യാത്ര, ലോങ് യാത്ര. ഫസ്റ്റ് ആയിട്ട് ട്രെയിനിൽ ഇത്രയും വലിയ ലോങ് യാത്ര പോണത്. അപ്പോൾ ഇഷ്മോളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമുള്ള യാത്ര. ട്രെയിനിൽ നമ്മൾ പോകലുണ്ട്, പക്ഷേ അധികം ലോങ് ഒന്നും പോകലില്ല. ലോങ് ഫസ്റ്റായിട്ട് പോകുന്നു ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് അവിടെ കുടുംബക്കാർ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലേക്ക് എത്തി. പിന്നെ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവരൊന്നും പെർമിഷനില്ലാതെ അങ്ങനെ അവർ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വരുന്നിടാനിട്ട് അവർ നല്ല ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാനും ഇക്കയും മോളും കൂടിയും അവിടുത്തെ കുടുംബക്കാർ ബൈക്കൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. ഉമ്മ പിന്നെ കുടുംബക്കാരെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന കാരണം ഉമ്മ എങ്ങോട്ടും ഇല്ല. ഉമ്മക്ക് സംസാരിച്ചിട്ടും വിശേഷങ്ങൾ പറഞ്ഞിട്ടും പൂതി തീരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഫുള്ള് നടന്നൊന്ന് കണ്ടു. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കര രസം. എന്താ പറയുക, നമ്മൾ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല, നല്ല അടിപൊളി വൈബുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രിയിലും നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നു. ഇത് രാവിലെ നേരം വെളുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. അവിടെ പലതരത്തിലുള്ള നായ്ക്കളുണ്ട് കേട്ടോ. ഇവരൊക്കെ അവിടെ സ്ഥിരം ആൾക്കാരാണ്. ഇതാ പല മോഡലുള്ള പല നായകളുണ്ട് അറിയാം. ഇത് രാവിലെ നേരം വെളുത്തതിന് ശേഷമുള്ള അവിടുത്തെ ഒരു വ്യൂ ആണ്. ഇനി നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഉള്ളത് കാണിച്ചു തരാം. നല്ല മലയും കുന്നും നല്ല അടിപൊളി സ്ഥലമായിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ 3 ദിവസമാണ് പോയത്. നമുക്ക് എന്താ പറയുക, അവിടുന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ. പിന്നെതാ കാക്കോടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കണതാ അവരെ വീട്ടിൽ. ഇത് 2ാമത്തെ വീടാട്ടോ. നമ്മൾ ആദ്യം വേറൊരു വീട്ടിലാണ് നിന്നത്. നമ്മുടെ ഒരു സിസ്റ്ററിൻ്റെ, ഇത് വേറൊരു സിസ്റ്ററിൻ്റെ വീടാണ്. ഇവിടെ ഒരു പൂച്ചയുണ്ട്, പൂച്ചയും 2-3 മക്കളുണ്ട്. ഇവരെ വീട്ടിലത്തെ സ്വന്തം ആളാണ്. ഇവരെ വീട്ടിൽ ഉള്ളിൽ ബെഡിലൊക്കെ ഒന്നിന് കിടന്നുറങ്ങലൊക്കെ. എനിക്ക് പേടിയാട്ടോ പൂച്ചേൻ്റെ, പൊതുവെ എനിക്ക് പേടിയാണ്. ഇതാ കിടക്കണ ബെഡിൻ്റെ ചോട്ടിലും ബെഡിലൊക്കെ ആയിട്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല. ഇവിടെ ചെറിയ കുട്ടിയുണ്ട്, കുട്ടി അതിനെടുത്ത് കൊണ്ട് നടക്കുക. കുട്ടിക്കൊരു പേടിയില്ല. എനിക്ക് പേടി, എനിക്ക് ഈ പൂച്ചേനെയും പൂച്ചയുടെ കുട്ടികളൊക്കെ പേടി. പക്ഷേ ഇവിടുത്തെ മക്കൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. പിന്നെ അവരൊക്കെ ഫുള്ള് തമിഴിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ സിസ്റ്ററിനൊക്കെ മലയാളം അറിയാം. ബാക്കിയുള്ള മക്കളും മരുമക്കളൊക്കെ ഫുൾ തമിഴാണ്. നമ്മൾ അവരായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി കുറേ പാടുപെട്ടും കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ തമിഴൊന്നും അറിയില്ലല്ലോ. എന്നാലും ഒരുവിധമൊക്കെ പിടിച്ച് നിന്ന് അറിയുന്ന പോലെയൊക്കെ ചിലതൊന്നും നമുക്ക് അതൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അവിടെ ചെന്നതിന് ശേഷം 2 ദിവസം കൊണ്ട് കുറച്ച് തമിഴൊക്കെ പഠിച്ചു കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ 2ാമത് താമസിച്ച വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. സംഭവം നല്ല രസമായിരുന്നു. 2-3 ദിവസം നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ അവിടെ. പിന്നെ അവിടുന്ന് എളുപ്പമാണ് ഊട്ടിക്ക്. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്കും പോയി. ഊട്ടിയിലേക്ക് പോകണം, നല്ല അടിപൊളി വൈബ് സ്ഥലങ്ങൾ കേട്ടോ. നല്ല ഭംഗിയിട്ട് ചുരമൊക്കെ കയറിയിട്ട് ബസ്സിൽ നല്ല അടിപൊളി യാത്രയായിരുന്നു. ഊട്ടിയിലെത്തിയപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു 10 മണി 11 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലൊക്കെയാണ്. എന്നാലും ചെറിയൊരു നേരിയ തണുപ്പൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലത്തെ ഊട്ടിയൊന്നുമല്ല. പണ്ടൊക്കെ നല്ല ഊട്ടിയിലെത്തുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് പോയ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പ് കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനത്തെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നല്ല ഫോറസ്റ്റ് യാത്ര, പല ഇതുണ്ട്. നല്ല അടിപൊളി സ്ഥലം. കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ പോയി. അവിടെ ഊട്ടിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ടു. ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഞാനും മോളും കൂടിയും അത് കാണാൻ വേണ്ടി പോയി.
കാക്കും ഉമ്മയും അവിടെ ഇരുന്നു, അവരില്ലായിരുന്നു. അപ്പം ഞങ്ങളവിടെ ചെന്നു. മോളവിടെ ചളിയിലൊക്കെ വീണ് ഡ്രസ്സൊക്കെ ആകെ ചളിയായി. പിന്നെ അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചു. ഊട്ടിയിൽ നിന്നാണ് കഴിച്ചത്. ഉച്ചക്കത്തെ ഫുഡ് തീരെ പോരായിരുന്നു. നമ്മൾ ഫാമിലിയിൽ വീട്ടിൽ പോയപ്പോൾ കഴിച്ചൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ ഊട്ടിയിൽ നിന്ന് ഉച്ച കഴിച്ച ഫുഡ് അത്ര പോരായിരുന്നു. അത് പിന്നെ നമ്മുടെ കേരളം വിട്ടാൽ പിന്നെ കിട്ടുന്നതൊക്കെ ഫുഡൊക്കെ ഒരു കഥയാണല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫാമിലിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചിക്കനും മട്ടനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ബീഫും എല്ലാതും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അടുത്തത് തിരുപ്പൂരാണ്. അങ്ങനെ തിരുപ്പൂർ ബസ് സ്റ്റാൻഡിലെത്തി. തിരുപ്പൂരിൽ നിന്നാണ് നമ്മൾ ബസ് കയറിയിട്ട് പിന്നെ നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ കാലത്ത് തിരുപ്പൂർ മൊത്തം കണ്ടു. ഞാനെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ തിരുപ്പൂർ, കോയമ്പത്തൂർ, പിന്നെ മേട്ടുപ്പാളയൊക്കെ വരുന്നത്. ഊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി യാത്രയായിരുന്നു. 3 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.